രാത്രി ഭക്ഷണം എന്തെന്ന് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ കൂർക്കുപ്പേരിയും ചോറും വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കൂർക്ക നേരെയാക്കുമ്പോഴുണ്ട് അത് മുഴുവൻ പൂപ്പൽ വന്ന പോലെയായിട്ട് കേട് വന്നു. അപ്പം ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തൊടിയിൽ അന്വേഷിച്ച് നടന്നപ്പോഴാണ് വാഴമാണി കണ്ടത്. അപ്പം എന്നാൽ വാഴമാണി ആയാലോ. അപ്പം അങ്ങനെ ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു വാഴമാണിയൊക്കെ വലിച്ച് നമുക്കൊരു നല്ല കറിയൊക്കെ ഉണ്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാനിതാ ഒരു വാഴമാണി പറിച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ നോക്കുള്ളൂ, ഈ വാഴമാണിയിൽ നിന്ന് വളരെ കുറച്ച് അളവിലേ നമുക്ക് ഉപ്പേരിക്കുള്ളത് കിട്ടുകയുള്ളൂ. കാരണം ഇതിൻ്റെ തന്നെ ഈ മൂത്ത ഭാഗം ഉണ്ടല്ലോ, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് കളയണം. ഇന്നൊരു വാഴമാണി ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഉപ്പേരി വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ധാരാളം വാഴയുണ്ടാവും, അതുപോലെ തന്നെ വാഴമാണി നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ പുതിയ കുട്ടികൾക്കൊന്നും തന്നെ ഇത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അമ്മമാർക്ക് തന്നെ ഇത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണയൊന്നും ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ അളവേ ഒരു വാഴമാണിയിൽ നിന്ന് നമുക്ക് ഉപ്പേരിക്കായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മൂത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ഭാഗത്തിന് നമ്മൾ ചെയ്യേണ്ടത് വളരെ കുറച്ച് അളവ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിന് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിൽ കുറച്ച് അല്ലികളൊക്കെ കിട്ടും. അതിനെയൊക്കെ നമ്മൾ കളയണം. അതൊക്കെ കളയും. എന്നിട്ടാണ് ഇതിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അല്ലി ചേർത്താൽ എന്താ കുഴപ്പം ചോദിച്ചാൽ ഉപ്പേരിക്കൊരു കയ്പ്പ് വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോരോ ഇത് തുറന്നിട്ട് അതിൽ അല്ലിയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ കളയും. ഇങ്ങനെയാണ് ഇത് നേരെയാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇത്രയും എടുത്തില്ലേ, ഇനി നമ്മൾ ഇതേപോലെ താഴേക്ക് പോകുന്ന സമയത്ത്, ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അല്ലി കളയേണ്ട ആവശ്യം വരില്ല. കാരണം അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ എടുത്ത് ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിത് പൂർണ്ണമായും മുറിച്ചിടാം. ഇതൊക്കെ വളരെ ഇത് പഴയ പോലെ തൊലി ബലമൊന്നുമില്ലാതെ ഇതുപോലത്തെ തൊലി അല്ലല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ ഈ ഭാഗമൊക്കെ നമുക്ക് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതിനൊക്കെ ഒന്നിച്ചരിഞ്ഞാൽ മതി. ഈ നടുവിലെ അല്ലികളൊക്കെ മാറ്റിയ ഇതുണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുന്നു. ഇതെന്തിനാണ് നമ്മൾ കറിയിൽ ചേർത്തണമെന്ന് വെച്ചാൽ അത് വളരെ കുറവ് ക്വാണ്ടിറ്റി മാത്രമേ അതുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുകൂടി ചേരുമ്പോൾ നമുക്ക് ഒരു വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും തികയും ചെയ്യും. പിന്നെ ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞായിട്ട് മുറിച്ച് നമ്മളത് എടുക്കുന്നു. ഇതോടൊപ്പം തന്നെ ആ ഭാഗം മറ്റേ നമ്മുടെ കൂമ്പുണ്ടല്ലോ, അതെങ്ങനെയാണ് മുറിക്കുകയെന്ന് കൂടെ കാണിച്ചു തരാം. ഈ കൂമ്പ് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിലൊന്നും മാറ്റാനില്ല. നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മളിവിടെ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ് കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഇതിന് നല്ലപോലെ കഴുകണം. കാരണം വാഴയ്ക്കൊക്കെ എപ്പോഴും ഒരു കറയുണ്ടാവും. അപ്പോൾ കറ പോകാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇതൊക്കെ മുഴുവനായിട്ട് ഇവിടുത്തെ ഒരു ആകൃതിക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് കുനുകുനാണ് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ അല്ലികൾ നമ്മൾ കളഞ്ഞ ഭാഗങ്ങളൊക്കെ ഇല്ലേ, ഇതൊന്നും അത് രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിനെയൊക്കെ ഉപയോഗിക്കാം. കയ്പൊന്നും ഉണ്ടാവില്ല ഈ ഭാഗമൊന്നും. അപ്പോൾ ഇതിനെയൊക്കെ നല്ലപോലെ അരിഞ്ഞ് കുഞ്ഞായി അരിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ ധാരാളം വെള്ളത്തിൽ ഇത് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. കാരണം നമ്മുടെ വാഴയ്ക്കായാലും പിന്നെ അതുപോലെ തന്നെ വാഴയിൽ നിന്നുള്ള ഏതായാലും കുറച്ച് കറയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്നിങ്ങനെ ഇട്ട് കഴുകിയ ശേഷം നമുക്കൊരു അരിപ്പിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. വളരെ വേഗം ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ചെറിയുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഒക്കെ നന്നായി കുറച്ച് നാളികേരം, ഇത്രയേ വേണ്ടൂ. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വാഴക്കൂമ്പ് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വയ്ക്കുക. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് അത്യാവശ്യം എണ്ണ ഒഴിക്കുക. എണ്ണ ഇട്ടതിന് ശേഷം ഇതിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വെച്ചാൽ ഉഴുന്നുപരിപ്പ് നിർബന്ധമായി ഇടണം. ഉഴുന്നുപരിപ്പിനൊരു പ്രത്യേക മണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഴുന്നുപരിപ്പ് ഇടുന്നു. ഉഴുന്നുപരിപ്പ് ഒരു ചുവപ്പ് നിറമാകുമ്പോൾ അല്പം കടുക്, അപ്പം തന്നെ കടുക് പൊട്ടുമ്പോൾ നമ്മളിങ്ങനെ ഒരു വറമുളക്, വറ്റൽമുളക്
ഒരു വറ്റൽമുളക്, കടുക് പൊട്ടിക്കഴിയട്ടെ. പൊട്ടിക്കഴിയുമ്പോൾ ഒരു വറ്റൽമുളക് ഇടുന്നു. ഒപ്പം തന്നെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ അതിലേക്കിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറമൊന്നും ആവില്ല. ഇത് നല്ലപോലെ വഴന്ന് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് നമുക്ക് വഴറ്റാം. ഏകദേശം ഉള്ളിയും പച്ചമുളകൊക്കെ വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇടുന്നു. എന്നിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് വഴറ്റുക. വഴഞ്ഞ് തുടങ്ങുമ്പോൾ ഒരുപാട് ഫ്രൈ ആവണമെന്നില്ല. ഒരുവിധം നാളികേരമൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് നമ്മൾ പൊടിപൊടിയായി അരിഞ്ഞതിനെ കഴുകി അരി വെച്ചിട്ടുണ്ട്. അതിനിതിലേക്ക് കൊട്ടണം. അത് കൊട്ടി നമ്മൾ നല്ലപോലെ ഇളക്കണം. സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്മിൽ വെച്ച് നല്ലതുപോലെ നമ്മളിങ്ങനെ ഇളക്കുന്നു. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ടാൽ മതി. കാരണം പച്ചമുളക് ഇട്ടത് കാരണം എരിവുണ്ടാവാം. നല്ലപോലെ എരിവ് വേണ്ടവരാണെങ്കിൽ ഒരൽപ്പം മുളക് പൊടിയും ചേർക്കാം. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നു. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കൂട്ടി വയ്ക്കാം. കൂട്ടി വെച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതൊന്ന് തന്നെ വെള്ളം വരും. വേണമെങ്കിൽ നമുക്കൊരല്പം വെള്ളം ഇതിൽ തെളിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ സിമ്മിൽ വെച്ച് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വേവിച്ച് വെക്കേണ്ട കാര്യമില്ല. താളിച്ച് കൊട്ടിയിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. വളരെ ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഉപ്പേരിയാണിത്. കഞ്ഞിക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ നമുക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, അപ്പോൾ ഹെൽത്തിയാണ്. ഓക്കെ.